ചാറ്റിയിടണം. ചെറു ചൂടോടുകൂടി കുറച്ച് ഉപ്പിടുക. കാരക്ക ഇടുക. എടുത്ത കാരക്കയാണ് എടുത്ത ചെറു ചൂടുവെള്ളത്തിൽ അരമണിക്കൂറിട്ട് വെച്ചേക്കുക. വൃത്തിയാക്കി കഴുകി വാരിയെടുക്കുകയാണ് കാരയ്ക്ക. കായപ്പൊടി കുറച്ച് ഉലുവാപ്പൊടി, ഉലുവ വറുത്ത് പൊടിച്ചത്, കാശ്മീരി ചില്ലി പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, ശകലം വെളിച്ചെണ്ണ, അതുപോലെ വിരവി പിടിപ്പിക്കുക. അരപ്പ് നല്ലതുപോലെ വിരവി അരമണിക്കൂർ വെച്ചേക്കുക, ഫ്രിഡ്ജിൽ വെച്ചേക്കുക. ഗ്യാസ് ഓണാക്കിയതിന് ശേഷം നമുക്ക് ഒരു ഉരുളി, ഞങ്ങളവിടെ ഉരുളി എന്ന് പറയും, നിങ്ങളെ അവിടെയൊക്കെ എന്താ പറയുന്നത് എനിക്കറിയത്തില്ല, അതിൻ്റെ അകത്ത് നമ്മൾ നല്ലെണ്ണയാണ് ഒഴിക്കുന്നത്. ഇതിന് വെളിച്ചെണ്ണയല്ല യൂസ് ചെയ്യുന്നത്, നല്ലെണ്ണ ഒഴിക്കുക. ആവശ്യത്തിന് നല്ലെണ്ണ, നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്രയും നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കതിന് കടുക് നല്ലതുപോലെ നമുക്കെത്ര കടുക് വേണോ അതിനാവശ്യത്തിനുള്ള കടുക് പൊട്ടിക്കുക. കടുക് നല്ലതുപോലെ പൊട്ടി വന്നതിന് ശേഷം വറ്റൽമുളക് ഒരു 3-4, ഞങ്ങളുടെ 3-4 വറ്റൽമുളക് എടുത്ത് അതും ഒന്ന് കളർ മാറിയതിന് ശേഷം മാത്രം അടുത്ത കയറ്റിയതിലേക്ക് പോകാം. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അതൊന്ന് കളർ മാറുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് കാരക്ക പുരട്ടി വെച്ചത് ഇത് കണ്ട ഇപ്പം അരപ്പെല്ലാം നല്ലതുപോലെ മിക്സായിട്ടുണ്ട്. അതിന് ശേഷം ഈ എണ്ണയിലോട്ട് നമ്മൾ ഈ കാരക്ക ആഡ് ചെയ്ത് കൊടുക്കുക. കാരക്ക നല്ലതുപോലെ ആഡ് ചെയ്ത് നല്ല മിക്സാക്കി ആ എണ്ണ നല്ലതുപോലെ എല്ലായിടത്തും പുരണ്ടതിന് ശേഷം മാത്രം ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്ക് നല്ല അടിപൊളി കാരക്ക അതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ഒരു അച്ചാറാണിത്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ആ മസാലയൊന്ന് അത് ആ എണ്ണയും ഈ മസാലയുമായിട്ട് നല്ല യോജിപ്പിക്കാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് നമ്മൾ സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കി നോക്കും. അടിപൊളി അച്ചാർ. ഇതും ചോറും മാത്രം മതി. നിങ്ങളവിടെ എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് ഇതുപോലെയാണ്. ഇത് അടിപൊളി നല്ല അടിപൊളി ഹെൽത്തി ഒരു ഇതാണ് നമ്മളെ
കാരയ്ക്ക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ, സീ യു.